ഇവിടെ 27th, 28th, 29th ഏകദേശം 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പെരുന്നാളിനെ പ്രമാണിച്ച് 3 ദിവസത്തെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഖത്തറിൽ. 5 days ഹോളിഡേയും 3 days പ്രോഗ്രാമും ആയിരുന്നു ഇവിടെ. അപ്പോൾ ഈ 3 days എന്ന് പറയുമ്പോൾ ഖത്താരയിലും ലുസൈലിലും പിന്നെ പല പല സ്ഥലങ്ങൾ, ഓൾഡ് ദോഹ പോർട്ടിലും അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെയാണ് ലൈറ്റ് ഷോയും മറ്റേ നമ്മുടെ ഫയർ ഷോയും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഡേ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ ചെന്നു, പോയി മെട്രോയിൽ കയറാൻ വേണ്ടി 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. എന്നിട്ട് മെട്രോയിൽ കയറാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് ഇറങ്ങിയില്ലേ, എന്തായാലും ഇനിയിപ്പോൾ മാൾ ഓഫ് ഖത്തറിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മാൾ ഓഫ് ഖത്തറിൽ പോയപ്പോൾ അവിടെ ചെന്നിട്ടും വീഡിയോ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ഒന്നും നടന്നില്ല, എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇന്നിപ്പം പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു കാര്യമില്ലാതെ പോയ പ്ലാനൊന്നും നടക്കാതെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് പെരുന്നാളിൻ്റെ പിറ്റേന്ന് 28-ന്, അന്നാണ് നാട്ടിലെ പെരുന്നാൾ. അപ്പോൾ അന്ന് ഞങ്ങളിവിടെ എന്ത് ചെയ്തു, ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. നാട്ടിലെ എല്ലാവരെയും വിളിച്ചു, എല്ലാവർക്കും ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്തു, 29-ാം തീയതി എന്തായാലും ലാസ്റ്റ് ഡേ അല്ലേ, ഒന്നുകൂടി ഒന്ന് ഇറങ്ങി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നോക്കിയതാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് മെട്രോ കിട്ടി, അവിടെ പോകാൻ പറ്റി, നല്ലൊരു ലൈറ്റ് ഷോ കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് പോയത് എനിക്ക് ഒരു റിഗ്രറ്റ് ആയിട്ട് തോന്നിയതേ ഇല്ല. കാര്യം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇത് കാണാൻ പറ്റിയല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയെങ്കിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റിയല്ലോ എന്നുള്ളതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ ഞങ്ങൾ അന്ന് പോയപ്പോൾ ഏകദേശം 4 മണിയൊക്കെ അടുപ്പിച്ചാണ് ഞങ്ങൾ പോയത്. കുറേ നേരം മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്തിട്ടാണ് മെട്രോ കിട്ടിയത്. ചെറിയ ഗ്യാപ്പിൽ മെട്രോ വരുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് തിരക്കായതുകൊണ്ട് കിട്ടാൻ പാടായിരുന്നു. എന്നാൽ കൂടി നമുക്ക് മെട്രോ കിട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ കത്താരയിലാണ് പോയത്. കത്താരയിൽ പോയപ്പോൾ കത്താര ഫുള്ള് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാം എന്ന് വിചാരിച്ച് കുറച്ച് ഭാഗമേ ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കുറേ ഭാഗത്ത് നമുക്ക് ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ ഗോൾഡ് മോസ്കിൻ്റെയൊക്കെ അടുത്തെത്തിയ സമയത്ത് അവിടെയൊക്കെ ഞാൻ കുറച്ച് ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഫുൾ ഷൂട്ടിങ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഫുള്ളായിട്ടൊരു വ്ളോഗായിട്ട് ഇടണം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല കേട്ടോ, സ്പേസ് കിട്ടിയില്ല. പിന്നെ കിട്ടിയ സ്ഥലത്തൊക്കെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ അതത്രയും തിരക്കാണെന്ന് വിചാരിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് മിസ്സായി പോയേനെ. എനിക്ക് തോന്നുന്നു പെരുന്നാളിനൊക്കെ ഭയങ്കര ഒരു വൈബ് ഫീൽ വന്നത് ശരിക്കും ഖത്തറിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുവരെ നമ്മൾ നാട്ടിലാണെങ്കിൽ ചോറ് വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തെ വീടുകളിൽ പോകുന്നു, നമ്മളെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയുന്നു, പുതിയ ഡ്രസ്സ് മേടിക്കുന്നു, ഇതൊക്കെ തന്നെ, അല്ലാതെ വേറെ വലിയ വൈബൊന്നുമില്ല. പക്ഷേ ഖത്തറിലോട്ട് സെറ്റിലായതിനു ശേഷം ഈ നൈറ്റ് ലൈഫ്, ഇതുപോലുള്ള ഫങ്ഷൻസ്, 3 ദിവസത്തിൽ കൂടുതലുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫുൾ വീഡിയോ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ. കാണാൻ ആഗ്രഹമുള്ളവർ ഫുൾ വീഡിയോ പോയി കണ്ടോ. എനിക്ക് തോന്നുന്നു അത്രയും ഭംഗിയായിട്ട് നമുക്ക് കണ്ടതിൻ്റെ അത്ര ഭംഗിക്ക് നമുക്ക് ഒരിക്കലും വീഡിയോയിൽ കിട്ടത്തില്ല. എന്നാൽ കൂടി കാണാൻ കഴിയാത്തവർക്ക് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റോ വീഡിയോ ആണ് ഇടുന്നത്. ഒരു എഡിറ്റിങ്ങും ഒന്നും ചെയ്യുന്നില്ല. ഫുള്ള് ആ ഒരു സൗണ്ട് എഫക്റ്റും സൗണ്ടും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അവിടെയുള്ള ക്ലാപ്പടിയും എല്ലാ നോയ്സും എല്ലാം അതിനകത്ത് കാണും. എന്നാലും ഞാൻ ആ റോ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത്. ഏകദേശം 10 മിനിറ്റത്തെ ഷോയ്ക്ക് വേണ്ടി ഞങ്ങൾ 4:30 പോയതാണ്. 8-8:30 എങ്ങാണ്ടാണ് തുടങ്ങിയത്. 10 മിനിറ്റ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, 10 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി
നമ്മൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്ന ആ 10 മിനിറ്റ് എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എടുത്ത എഫേർട്സ് എല്ലാം നമുക്ക് വാല്യൂഡ് ആയിരിക്കും. പക്ഷേ ആ 10 മിനിറ്റ് നമുക്ക് വാല്യൂഡ് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളെടുത്ത എഫേർട്സ് എല്ലാം വേസ്റ്റായി പോയേനെ. പക്ഷേ എനിക്കത് വേസ്റ്റായിട്ട് തോന്നിയില്ല, നല്ല രസമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് കൂടി കാണാൻ കഴിഞ്ഞാൽ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ സ്റ്റേ ട്യൂണായിട്ടൊന്ന് കണ്ടു നോക്കുക.